അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. കുറേ ദിവസമായി വ്ളോഗൊന്നും ചെയ്യാത്തത്, അപ്പോൾ ഇന്ന് വിചാരിച്ചു വ്ളോഗായിട്ട് തന്നെ ഇത് കാണിക്കാമെന്ന്. സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗാണ് ഇന്ന് കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ചീസ് ചിക്കൻ ബോൾസും പിന്നെ മസാല ചായയുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മസാല ടീ ഞാൻ പുറത്തുനിന്ന് 2-3 തവണ കുടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് കുറേ ദിവസമായിട്ട് വീട്ടിലുണ്ടാക്കണം എന്ന് വിചാരിച്ചാലും വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അതെന്തായാലും ഇന്നലെ അങ്ങനെ വീഡിയോ എടുത്തു. നല്ല കിടിലൻ ചായയാണ്. അപ്പോൾ സാധാരണ ഒരു ചായ കുടിക്കുന്നതിനെക്കാട്ടിലും എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ഒക്കെ തോന്നും ഈ ഒരു ചായ കുടിക്കുമ്പം. പിന്നെ ഈ ചിക്കൻ ബോൾസ് എന്ന് പറയുന്നത് ചീസ്, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ റാഡിഷ്, അതുപോലെ ചിക്കനും കൂടെ ഇട്ടിട്ട് ചെറിയ ബോൾസാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഈസിയാണ്, പക്ഷേ നല്ലൊരു സ്റ്റാർട്ടറാണ്, നല്ലൊരു സ്നാക്കാണ്. നമുക്കിത് രണ്ടും ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഈ ചിക്കൻ ചീസ് ബോൾസ് ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ നമുക്ക് ചായൻ്റെ പണിയിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റാഡിഷ്, അതായത് മുള്ളങ്കിയും എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള മുള്ളങ്കിയാണ്. അത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇതിന് വേണ്ടുന്നത് മുള്ളങ്കി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2-3 പച്ചമുളക്, ഒരു അരമുറിയോളം സവാള, കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്, 3-4 പീസ് ചിക്കൻ്റെത് ബ്രസ്റ്റ് പീസാണ്, എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ പീസസ്. അപ്പോൾ ഈ ചിക്കൻ പീസസ് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അരക്കുന്ന കൂട്ടത്തിലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. ചിക്കൻ എടുക്കുമ്പം പ്രത്യേകം ഈ ബ്രസ്റ്റ് പീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ് അരക്കാൻ നല്ലത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മുള്ളങ്കിയും ക്യാരറ്റും ചെറുതായിട്ട് ഉപ്പ് വെള്ളത്തിലൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കണം. ഈ ഒരു സ്നാക്കിൽ നമ്മളെല്ലാം എടുക്കുന്നത് പച്ചയായിട്ടുള്ളതാണ്. ചിക്കനായാലും വെജിറ്റബിൾസ് ആയാലും എല്ലാം പച്ചയാണ്. ഒന്നും വേവിച്ചിട്ടോ മാളിച്ചിട്ടോ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ആ ഒരു മിക്സിൽ എത്ര ഉപ്പിട്ട് കഴിഞ്ഞാലും വെജിറ്റബിൾസ് പച്ചയായിട്ട് എടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് കയറാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് ഉപ്പിൻ്റെ വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതങ്ങ് പിഴിഞ്ഞെടുക്കണം. കുറേ സമയമൊന്നും ഇങ്ങനെ ഉപ്പിൻ്റെ വെള്ളത്തിലിട്ട് വെക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് മുക്കി കുലുക്കിയിട്ട് അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇനി ഞാനിപ്പം ചിക്കൻ അരച്ചെടുക്കുകയാണ്. ഒരു 3-4 ബ്രസ്റ്റ് പീസ് ചിക്കൻ, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും മതിയാവും, ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ അരച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പം ചിക്കൻ ഇങ്ങനെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ബോൾസ് ആക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചിക്കൻ അരക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ച് ചെറിയ ജീരകം, അതുപോലെ കരിവേപ്പില, മല്ലിയില, പുതിനയില ഒക്കെ ഇട്ട് കൊടുക്കുക. അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ടേസ്റ്റിന് മാറ്റം വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ബൗളിലേക്ക് ഇപ്പം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും മുള്ളങ്കിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഒരു 1-2 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പം ഒരു അരമുറിയോളം സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സവാളയൊന്നും ഒരുപാട് വേണമെന്നില്ല. ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം റാഡിഷ് എടുത്തത്, റാഡിഷ് ഇവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് റാഡിഷ് എടുത്തു. അതല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കാം, നേർമയായി കട്ട് ചെയ്തിട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അപ്പോൾ ഈ ഒരു സ്നാക്കിന് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. വേവിച്ചതിന് ശേഷം നന്നായി ഉടച്ചെടുത്തിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉടച്ചിട്ട്, കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ്. എന്നാലാണ് ഈ ഒരു മിക്സ് നന്നായിട്ട് നമുക്കൊരു എന്താ പറയുക, ബോളാക്കി എടുക്കുമ്പം പൊട്ടിപ്പോവാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കണം. അങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ്, കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, ആ ഒരു ചീസി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നന്നായിട്ടൊരു ബൈൻഡിങ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2-3 ടീസ്പൂണോളം കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. കോൺഫ്ലോർ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ മൈദയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ അങ്ങ് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിപ്പം ഇന്നലെ ഉണ്ടാക്കിയൊരു റെഡ് ചില്ലീൻ്റെ ഒരു സോസ് ഉണ്ട്, മലേഷ്യൻ സോസ്. അതും കൂടെ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായി ഒന്നങ്ങ് കുഴച്ച് മിക്സ് ആക്കിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു കളറായിട്ടുണ്ട്. പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല, പക്ഷെ ആ ഒരു സോസും കൂടെ ചേർത്തപ്പം നല്ലൊരു കളറായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നന്നായി കുഴച്ചെടുത്ത ഈ ഒരു മാവ് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോളാക്കിയെടുക്കാം. എന്നിട്ട് ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം.
അപ്പോൾ ഞാനിപ്പോൾ ഒരു അയൺ കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലിട്ട് നന്നായി ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു 5-6 ബോൾസ് അങ്ങിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു സെറ്റിൽ ഒരു 5-6 ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനമെല്ലാം പച്ചയായിട്ടുള്ള സാധനങ്ങളാണ്. അതായത് ഇറച്ചിയായാലും വെജിറ്റബിൾസ് ആയാലും എല്ലാം പച്ചയാണ്. വെജിറ്റബിൾസ് നമുക്കൊരു ഹാഫ് കുക്കായാലും തിന്നാം, കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ചിക്കൻ അങ്ങനെയല്ലല്ലോ, നന്നായിട്ട് കുക്കാവണ്ടേ, നന്നായി ബോയിലായി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് തിന്നാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോൾസ് നമ്മൾ ആദ്യം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ടതിന് ശേഷം പിന്നെ ഫ്ലെയിം അങ്ങ് ലോ ആക്കി വെക്കണം. ഇനി കുക്ക് ആവുന്നത് വരെയും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇത് ഉൾഭാഗം വെന്ത് കിട്ടിയിട്ട് വേണം പൊരിഞ്ഞ് കിട്ടാൻ. അപ്പോൾ അതുവരെ ആദ്യം ഇട്ടപാടെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് അടിഭാഗം ആറി വന്നു എന്ന് കാണുമ്പം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. എല്ലാ ഭാഗത്തും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പം എല്ലാം പച്ചയായിട്ടുള്ള ആ വെള്ളമൊക്കെ ഉള്ള സാധനങ്ങളായിരിക്കും. അപ്പം ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഇറങ്ങണമെങ്കിൽ ഒന്ന് കുറച്ച് സമയം എടുക്കും. അപ്പം ഈ ഒരു പത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നന്നായിട്ട് പത അടങ്ങിയാൽ ഓരോ ഭാഗത്തേക്കും തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി പൊരിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു സെറ്റ് ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്ത സെറ്റ് ഇതേപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ 2 കളറിലുള്ള ബോൾസ് എങ്ങനെ വന്നു എന്നുള്ളത്? അതെങ്ങനെയാണ് ആ 2 കളർ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ടുണ്ടോ? ഇതാണ് ആ ഒരു ഡിഫറൻസ്. ഫസ്റ്റ് ടൈം ഞാൻ പൊരിച്ചെടുക്കുമ്പം ഓയിലിലേക്ക് ഡയറക്റ്റായിട്ട് ആ ബോൾസ് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺഫ്ലവറിൽ ആ ഒരു ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാ കോൺഫ്ലവർ മാത്രം എടുത്തിട്ട് അതിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ റോൾ ചെയ്യുന്നില്ലേ, അതേപോലെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റ് വൈസ് രണ്ടും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കാഴ്ചയിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. കാരണം ഈ കോൺഫ്ലവറിൽ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണുമ്പം നല്ല പോളിഷ്ഡ് ആയിട്ട്, പുറം ഭാഗം നല്ലൊരു പോളിഷ്ഡ് ആയിട്ട്, പിന്നെ അത്ര കളറങ്ങ് വരികയില്ല. മറ്റേത് നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ട് ഒരു കോഫ്ത ബോൾസൊക്കെ പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കളറിൻ്റെ ഡിഫറൻസ്. ഇനി വേണമെങ്കിൽ നമുക്ക് കോൺഫ്ലവറിൽ റോൾ ചെയ്തിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ടേസ്റ്റ് ഉഗ്രനാണ്. അപ്പോൾ ഇനി നമുക്ക് മസാല ടീ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിപ്പം 1.5 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഞാൻ ആദ്യമേ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം, അതായത് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 2-3 കായ് ഏലക്ക ഇട്ട് കൊടുക്കാം, 2-3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വിരലിൻ്റെ വലിപ്പത്തിലുള്ള പട്ട ഞാൻ എടുത്തിട്ടുണ്ട്, അതൊരു 2-3 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വന്നോട്ടെ, അതായത് ആ ഒരു മണമൊക്കെ, ആ സ്പൈസസിൻ്റെ മണമൊക്കെ ഒന്ന് നന്നായി പുറത്ത് വരുന്ന വിധത്തിൽ വെട്ടിത്തിളച്ചോട്ടെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ചായപ്പൊടി ഞാനിപ്പം 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 3-4 ടീസ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ. ആ കളറൊക്കെ നന്നായിട്ട് ഡാർക്കായി വരണം. ഇനി നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളർ വലിയ പ്രശ്നമാക്കണ്ട. നന്നായിട്ടിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പം പാല് ഞാനിപ്പോൾ ഒരു 2.5 ഗ്ലാസോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സിമ്മിൽ വെച്ചിട്ടുണ്ട്. ഇനി നല്ല ചൂടുള്ള പാൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പം ചായ നല്ല ചൂടോടുകൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു പതയും നൊരയൊക്കെ വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മസാല ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ കപ്പിലേക്ക് ഒഴിക്കാം. അങ്ങനെ നല്ല കിടുക്കാച്ചി ടേസ്റ്റിലുള്ള മസാല ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പം ഓരോ കപ്പിലും ഓരോ പുതിന ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. പുതിന ഇല ഇങ്ങനെ വെക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്, ചായക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനിത് വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ്, പക്ഷേ ഇത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ചായ കാച്ചുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണ്ട, ഇതേപോലെ കപ്പിലൊക്കെ ഒഴിച്ചതിന് ശേഷം ഓരോ ലീഫ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിട്ട് ആ പുതിന ഇലയൊക്കെ ചായ കിടന്നിട്ട് അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോയി. എന്നാലും നല്ല കിടുക്കാച്ചി ടേസ്റ്റിൽ ആ പുതിന ഇലയും കൂടെ വന്നപ്പം നമ്മുടെ ചായ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടി. അപ്പോൾ ഈ ചിക്കൻ ചീസ് ബോൾസിന് ഞാനിപ്പം ഒരു ഡിപ്പിംഗ് സോസായിട്ട് മയണൈസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും മിക്സ് ആക്കിയിട്ടൊരു പിങ്ക് സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും കൂടെ അങ്ങ് മിക്സ് ആക്കിയാൽ തന്നെ നല്ലൊരു കളറുണ്ട്, നല്ലൊരു പിങ്ക് കളറുണ്ട്. അപ്പം രണ്ടും കൂടെ ചേർന്നപ്പം ആ ഒരു സോസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പം ഞാൻ ഈ ഒരു സോസിൻ്റെ മുകളിലായിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ മല്ലിയിലയും അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ നല്ല ടേസ്റ്റിയായി, നല്ലൊരു ഈവനിങ് സ്പെഷ്യലായി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ ചിക്കൻ ചീസ് ബോൾസ് എന്ന് പറയുമ്പം അതും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു ക്യാരറ്റും അതുപോലെ റാഡിഷും കൂടെ വന്നപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുക. ഉൾഭാഗമൊക്കെ കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ അരച്ചിട്ട് ചേർത്തതുകൊണ്ട് ഒരുപാട് സമയം വേവിക്കണമെന്നില്ല, എന്നാലും ഉൾഭാഗം മുരിയാനായിട്ട് കുറച്ച് സമയം എന്തായാലും നമ്മൾ എണ്ണയിൽ വെക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. ഇനി പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അൻറ്റിൽ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.